ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഷുഗർ നോർമൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിലാണ്. നമ്മൾ 30 ദിവസത്തെ ഷുഗർ നോർമൽ ആക്കാനുള്ള ട്രെയിനിങ്. അതിൽ ഒന്ന്, ഭക്ഷണത്തിനെ മരുന്നാക്കി കഴിച്ചുകൊണ്ട് 30 ദിവസം ഞാൻ പറയുന്നത് പോലെ ഭക്ഷണ രീതി സ്വീകരിക്കുക. രണ്ട്, പ്രഭാതത്തിൽ വെറും വയറ്റിൽ എന്താണോ നിങ്ങളോട് കുടിക്കാൻ കാണിച്ചു തന്നിട്ടുള്ളത്, പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് എൻ്റെ വീഡിയോയിലുണ്ട്. ആ വീഡിയോ സന്ദർശിക്കുകയും ആ വീഡിയോ കാണുകയും എന്നിട്ട് പ്രഭാതത്തിൽ വെറും വയറ്റിൽ ആ വെള്ളം കുടിച്ചതിന് ശേഷം ഈ എക്സസൈസിൽ പ്രവേശിക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ നിങ്ങൾ ഈ എക്സസൈസുകളിന് സമയം കണ്ടെത്തേണ്ടതാണ്. ഇപ്പത് കാണിക്കുന്നത് ഒന്നാമത്തെ എക്സസൈസ് ആണ്. ഒന്ന്, ഇതിന് ശേഷം 2, 3, 4 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഒന്നാമതായിട്ട് കാണിക്കുന്നത്. ഇത് നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. ഞാൻ ആദ്യം നിങ്ങൾക്ക് സ്ലോ ആയിട്ട് കാണിച്ചു തരും, പിന്നെ ഞാൻ ചെയ്യുന്നതായിട്ട് ഫാസ്റ്റിൽ കാണിച്ചു തരും. അപ്പൊ സ്ലോയിൽ കാണിച്ചു തരുന്ന പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക ആദ്യം. എന്നിട്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പെട്ടെന്ന് അത് മനസ്സിലാവും. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാകും. പിന്നെ അത് മറക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ കണ്ണ് ചിമ്പിക്കൊണ്ടാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത്. പക്ഷെ തുടക്കത്തിൽ നിങ്ങളിത് കണ്ട് പഠിക്കാൻ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഞാൻ കണ്ണ് ചിമ്പിയിട്ടായിരിക്കും ചെയ്യുക. അത് നിങ്ങൾ എന്നെ നോട്ട് ചെയ്യുക. ഞാൻ കണ്ണ് ചിമ്പിയിട്ടായിരിക്കും ചെയ്യുക. കാരണം നമ്മൾ സംസാരിക്കാതെ ശ്രദ്ധ ഫുള്ളായിട്ട് നമ്മളെ തലച്ചോറിലേക്ക് നമ്മളെ ശ്രദ്ധ കൊടുക്കുകയും നമ്മളെ ഹൃദയത്തിനെ കാലിയാക്കി കൊണ്ടായിരിക്കണം ഈ എക്സസൈസിൽ പ്രവേശിക്കേണ്ടത്. ഓക്കെ, അപ്പം പോയിന്റുകൾ, തലയുടെ ഈ പോയിന്റാണ്, കണ്ണിന്റെ നെറ്റിയുടെ പോയിന്റാണ്. ഈ 2 നെറ്റിയുടെ നടുവിരല് കണ്ണിന്റെ കുഴിയിലും ചൂണ്ടാവിരൽ 2 നെറ്റിന്റെ മുകളിലും ആയിരിക്കണം കൈ വരേണ്ടത്. പിന്നെ കണ്ണിന്റെ ഈ സൈഡ്, ഈ എല്ലിന്റെ ഈ അറ്റത്തായിരിക്കണം ഈ 3 വിരല് വരേണ്ടത്. 1 വിരല് വരേണ്ടത് ചുണ്ടിന്റെ സെൻട്രലായിരിക്കണം. 3 വിരല് വരേണ്ടത് താടിന്റെയും ചുണ്ടലിന്റെ താഴായിരിക്കണം. 5 വിരല് വരേണ്ടത് ഹൃദയത്തിന്റെ ഈ എല്ലിന്റെ ഈ ഷോൾഡറിന്റെ ഈ ഭാഗത്തായിരിക്കണം. 4 വിരല് പതിയേണ്ടത് കക്ഷത്തായിരിക്കണം. മുഷ്ടി പതിയേണ്ടത് കക്ഷത്തായിരിക്കണം. അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ കാണിച്ചു തന്ന ഈ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ എല്ലുകളുടെ സ്ട്രക്ചർ തീരുന്ന പോയിന്റ് ആണ്. ഈ പോയിന്റ് എല്ലിന്റെ മുകളിലാകരുത്. എല്ലിന്റെ കറക്റ്റ് താഴെ ഭാഗത്ത് എൻഡിലായിരിക്കണം നമ്മൾ ഇത് ചെയ്യേണ്ടത്. അതിന് നിങ്ങളെ 2 കൈ കൊണ്ട് ഇങ്ങനെ തപ്പിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇവിടെ എവിടെയാണ് ഇതിന്റെ എൻഡ് എന്നുള്ളത്. കാരണം ഇതിന്റെ പോയിന്റ്, ഈ പോയിന്റ് ആണ് ഇതിവിടെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അതിന്റെ സൈഡ്. ഓക്കെ, പിന്നുള്ളത് തുടയാണ്. തുടയുടെ മസിൽ ഫുള്ളായിട്ട് കൈ എത്തുന്ന, മുഷ്ടി എത്തുന്ന ഭാഗം ഫുള്ളും. പിന്നെ മുട്ടാണ്, മുട്ടിന്റെ ഈ ഭാഗം മാത്രം. പിന്നെ മസിലാണ്, മസിൽസിന്റെ കാലിന്റെ മസിൽസിന്റെ ബാക്ക് സൈഡും. ഓക്കെ, ഇനി നമ്മൾ കിടക്കുന്നത് എക്സസൈസിലേക്കാണ്. ഇനി എക്സസൈസ് നിങ്ങൾ കാണേണ്ടത്, ഞാൻ ആദ്യം സ്ലോ ആയിട്ട് ഒന്ന് കാണിക്കും, അതിനുശേഷം ഫുള്ളായിട്ട് ഞാൻ സ്പീഡിൽ ചെയ്യും. അത് നിങ്ങൾ കാണുക, പ്രാക്ടീസ് ചെയ്യുക, മനസ്സിലാക്കുക, മനസ്സിരുത്തി കാണുക. ഒന്ന്, ഈ കൈ സാധാരണ ഒരു സൈഡ് സ്ട്രോക്ക് വന്ന് കുഴഞ്ഞ ആൾക്കാരുടെ കൈ ഇങ്ങനെ ആയിരിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ കൈയിന് നിവർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട എക്സസൈസിൽ ഒന്നാണ് ഇത്. ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ചു നേരം നിർത്തണം. അപ്പോൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും ഈ ബ്ലഡ് സർക്കുലേഷൻ ഫാസ്റ്റ് ആയിട്ട് വരുന്നതും കൈയിലേക്ക് ഇറങ്ങുന്നതായിട്ട് അനുഭവപ്പെടും. ഓക്കെ, അപ്പൊ ഈ കൈയിന് തന്നെ ചെയ്യുന്ന എക്സസൈസുകൾ ആദ്യം കാണുക. ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ കൗണ്ട് ചെയ്യുക. 10 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ആദ്യം കൗണ്ട് ചെയ്ത് കാണേണ്ടത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, കൗണ്ടിനെ പ്രാക്ടീസ് ആകുന്നതിനനുസരിച്ച് 10ഉം 15ഉം 20 വരെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ തന്നെ ഒരു സെറ്റ്, മുട്ടുംകാലിന്മ വന്നു കഴിഞ്ഞാൽ ഒരു സെറ്റ് തീരും. വീണ്ടും കയ്യിൽ നിന്ന് തുടങ്ങി മുട്ടുംകാലിൽ അവസാനിക്കുമ്പോൾ 2ാമത്തെ സെറ്റ് തീരും. വീണ്ടും കയ്യിൽ നിന്ന് തുടങ്ങി അവസാനത്തെ മുട്ടിലേക്ക് എത്തുമ്പോൾ 3ാമത്തെ കൗണ്ട് തീരും. 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്, തീരും.
അപ്പൊ ഇതിലെല്ലാം നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടത് 1 മുതൽ 10 വരെയാണ്. ആ 10 വരെ ചെയ്ത് കഴിഞ്ഞ അവസാനം ഞാൻ ഒരു എക്സസൈസ് ഫുള്ള് കാണിച്ചുകൊണ്ട് ഞാൻ റിലാക്സ് ആയിട്ട് ഇരിക്കുന്നത് കാണും. ആ റിലാക്സ് ആയി ഇരിക്കുന്ന സന്ദർഭത്തിൽ അതേപോലെ ഇരുന്ന് കണ്ണ് ചിമ്മിക്കൊണ്ട് ഇരുന്ന് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും തലയിൽ നിന്ന് മാറ്റിക്കൊണ്ട് നല്ലൊരു സ്വപ്നത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. നല്ല കാഴ്ചകളിലേക്ക് നിങ്ങളെ മനസ്സിനെ കൊണ്ടുപോകണം. നല്ല നല്ല ഭാവനകൾ നിങ്ങളെ മനസ്സിൽ കൊണ്ടുവരണം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് പരിപൂർണമായി മാറി ഹൃദയത്തിനെ ഒരു ഭാവനയുടെ ലോകത്തേക്ക് കൊണ്ടുപോകണം. ഇതാണ് ഈ പ്രധാനപ്പെട്ട ഈ എക്സസൈസിന്റെ ലക്ഷ്യം. നിങ്ങൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിലാക്സ് ആയി ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഭാവനകൾ, മനസ്സിന്റെ ആഗ്രഹങ്ങൾ, അതിലേക്ക് നിങ്ങൾ ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് അത് മാത്രം ചിന്തിക്കണം. ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ്. ഓക്കെ, മനസ്സിലാകാത്തവർ എന്നോട് ഫോണിലൂടെയോ എങ്ങനെയോ ചോദിക്കാവുന്നതാണ്. ഓക്കെ, പ്രവേശിക്കുകയാണ്. 1 2 സാഗവ വളരെ സ്ലോ ആയിട്ട് ചെല്ലിയാൽ മതി. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ഇപ്പോൾ നമ്മൾ ഈ കൈകൊണ്ട് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും വിരോധമല്ല, അത് മാറിപ്പോകും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്, ഒരു വിരോധമല്ല. ചെയ്യുന്നത് അത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. സ്പീഡിൽ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഓർമ്മ വരുന്ന അനുസരിച്ച് അത് ചെയ്യുക. അതാണ് ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇതൊരു 20 പ്രാവശ്യം ചുരുങ്ങിയത് അടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു 20 പ്രാവശ്യം അടിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 12 പ്രാവശ്യം അടിക്കണം. അത് കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ തലയിൽ സെന്റർ ഭാഗത്ത് കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് അതിനെ കുറച്ച് താഴേക്ക് വലിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം കൈപ്പത്തി ഇങ്ങനെ പിടിക്കുക, നിങ്ങളെ കക്ഷത്ത് വെക്കുക. 1 2 3 4 ഈ 4 വിരലിന്റെ താഴെ ഭാഗത്ത് ഇതിന്റെ റിബിൻ ഇവിടെ കാണാം. അവിടെ വെച്ചിട്ടായിരിക്കും ആ പോയിന്റിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുക ഒരു 10-15 പ്രാവശ്യം. അത് കഴിഞ്ഞതിന് ശേഷം മുഷ്ടി ഇങ്ങനെ പിടിക്കുക. മുഷ്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ ഭാഗം കൊണ്ട് ഹിറ്റ് ചെയ്യുക. ഈ പോയിന്റിലാണ് കൂടുതൽ ഹിറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഭാഗം ഇങ്ങോട്ട് കൊണ്ടുപോവുക, കുറച്ച് താഴേക്കും കൊണ്ടുപോവുക. സെയിം ഇതേപോലെ കൈ ഇങ്ങനെ പിടിക്കുക. 1 2 3 4 നാലാമത്തെ പോയിന്റിന്റെ താഴെ ഹിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം മുഷ്ടി പിടിക്കുക. ഈ മുഷ്ടിന്റെ ഭാഗം കൊണ്ട് സെന്റർ പോയിന്റ് ഇറച്ചി തൂങ്ങി നിൽക്കുന്ന ഭാഗം, അതേ കൂട്ടത്തിൽ കുറച്ച് ഈ ഭാഗത്തും സ്ലോലി ചെയ്താൽ മതി, ആദ്യം പഠിക്കുന്നത് വരെ. ഇത് കഴിഞ്ഞതിന് ശേഷം കൈ ഇങ്ങനെ പിടിക്കുക. ഈ പോയിന്റ് ഇത് ഹിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം കൈ 2 മുഷ്ടിയാക്കുക. ഈ 2 പോയിന്റ് കൊണ്ട് തൊടയുടെ എല്ലാ ഭാഗത്തും ഒരു 15-20 പ്രാവശ്യം. ഒരു സൈഡ് തൊടയാണെങ്കിൽ 20 പ്രാവശ്യം 25 പ്രാവശ്യം. അതേപോലെ തന്നെ മുട്ടിന് മാത്രം ഒരു 20-25 പ്രാവശ്യം. അത് കഴിഞ്ഞതിന് ശേഷം കാലിന്റെ മസിൽ അത് സൈഡ് കൂടുതൽ അടിക്കുകയും പിന്നെ ബാക്ക് സൈഡ് അടിക്കുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി ഞാൻ ഫാസ്റ്റ് ആയിട്ട് കണ്ണ് ചിമ്മിയും കൊണ്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്നത് പോലെയാണ് കാണിക്കേണ്ടത്. കാരണം നമ്മുടെ മുന്നിലുള്ള എല്ലാ സംഗതിയും നമ്മൾ അടച്ചുകൊണ്ട് നമ്മൾ മാനസികമായിട്ട് നമ്മളെ എക്സസൈസിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. അതിനാണ് കണ്ണ് ചിമ്മാൻ പറഞ്ഞത്.
ഓക്കെ. 1 2 3 4 5 6. ഞാൻ ഇടയ്ക്ക് കൗണ്ട് ചെയ്യും, ഇടയ്ക്ക് നിർത്തും. അത് നിങ്ങൾ പ്രശ്നമാക്കണ്ട, നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തന്നു. ഓക്കെ. 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 4 5 7 8 9 10 11 12. 1 2 3 4 5 6 7 8 9 10 11. 1 2 3 4 6 7 8 9 10 11 12. 1 2 3 4 5 6 7 8 12. അത് കഴിഞ്ഞ ശേഷം കാണട്ടെ. 1 2 3 4 5 6 7 8 10 11 16 17 18 19 20 21 22 23 24 25. ഇത് കൂടുതൽ ചെയ്യണം. ഒരു 25 പ്രാവശ്യം ചുരുങ്ങിയത് അടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. 1 2 3 4 5 6 7 8 9 10. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും തുണി, എന്തെങ്കിലും കയ്യിൽ ഒറ എന്തെങ്കിലും ഇടാവുന്നതാണ്. കയ്യിന്റെ അടി തട്ടയുടെ വേദന ആവണ്ട, അത് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം കൈ ഇങ്ങനെ വെച്ചു. ഞാൻ കണ്ണ് ചിമ്മിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഇതേപോലെയാണ് നിങ്ങളും ഈ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആദ്യം കണ്ണ് തുറന്നുകൊണ്ട് കാണുകയും പഠിക്കുകയും ചെയ്യുക. എത്ര പെട്ടെന്ന് ഇത് പ്രാക്ടീസ് ആക്കി എടുക്കുക. ഒരു ദിവസത്തിന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ആക്കി ചെയ്യാൻ പറ്റുന്നതാണ്. അത് ചെയ്തതിന് ശേഷം കണ്ണ് ചിമ്മിക്കൊണ്ട് വളരെ ശാന്തനായി ഇരിക്കുക. ഈ 2 വിരലും കൊണ്ട് നെറ്റിയുടെ ഭാഗം ഈ ഭാഗം ചെയ്യേണ്ടതാണ്. കണ്ണിന്റെ കുഴിയിലായിരിക്കണം ചൂണ്ടാവിരൽ, നെറ്റിയുടെ മേലെ ആയിരിക്കണം. ചൂണ്ടാവിരൽ നെറ്റിയുടെ മേലെയും നടുവിലുള്ള വിരല് കുഴിയിലായിരിക്കണം. സ്ലോ ആയിട്ട് ചെയ്യുക. കയ്യിലെ നഖം മുറിച്ച് മാറ്റി ലെവലാക്കി കണ്ണില് തട്ടാതിരിക്കാനും സൈഡിൽ തട്ടാതിരിക്കാൻ വേണ്ടി മുൻകരുതൽ എടുക്കുക. 3 വിരല് ഇങ്ങനെ പിടിക്കുക, ഈ പോയിന്റിൽ വെക്കുക. 3 വിരലും കൊണ്ടും ടൈപ്പ് ചെയ്യണം. പോയിന്റ് അതിന്റെ സൈഡ്. ഓക്കെ, ഞാൻ പിടിച്ചത് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഞാൻ ഇത് ഒരു പ്രാവശ്യം ഇത് കാണിച്ചു തരുന്നുള്ളൂ. 3 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. കാരണം 3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ പ്രയാസമാകും. അതുകൊണ്ട് ഞാൻ ഈ ഒറ്റ വീഡിയോയിൽ തന്നെ ഇത് കാണിക്കും. ഇത് 3 സ്റ്റെപ്പായിട്ട് ചെയ്യണം. ഞാൻ വിശദീകരിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇതേ 3 വിരൽ കൊണ്ട് ഇവിടുത്തെ ഒരു എല്ലുണ്ട്, അതിന്റെ താഴെ ഭാഗത്ത് പോയിന്റ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പോയിന്റ് കാണിച്ചു തരുന്നതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുക. അതാണ് ഞാൻ ഡ്രോയിങ് വരച്ചുകൊണ്ട് മനസ്സിലാക്കി തന്നു കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് പ്രത്യേകം മനസ്സിലാക്കുക, നിസാരമായി കാണാതെ ഇതിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ കയ്യിലേക്കും എൻ്റെ ശരീരത്തിലേക്കും ശ്രദ്ധിക്കുക. എല്ലാ ഞരമ്പുകളും എല്ലാ ജോയിന്റുകളും ആക്റ്റീവ് ആക്കുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ചുണ്ടിന്റെ താഴെ സെൻട്രലായിട്ട് ചൂണ്ടന്റെ ഈ നഖം തട്ടാതെ ഈ പോയിന്റ് കൊണ്ട് തന്നെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. വീഡിയോ വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ കാണാൻ. ഇത് കണ്ണ് ചിമ്മിക്കൊണ്ട് ശാന്തത മനസ്സോടുകൂടി എല്ലാ കെട്ടുകെട്ടും, മനസ്സിലത്തെ എല്ലാ പ്രയാസങ്ങളും, എല്ലാ വിഷമങ്ങളും, എല്ലാ ദുരിതങ്ങളും എല്ലാം മനസ്സെന്ന് മാറ്റിവെച്ചുകൊണ്ട് ഒരു അരമണിക്കൂർ സ്വതന്ത്രനായിക്കൊണ്ട്, ചിന്ത ഒറ്റക്ക് തനിച്ചായിക്കൊണ്ട് ഒരു ലോകം മുഴുവൻ കറങ്ങി വരുന്ന രൂപത്തിലെ മനസ്സിനെ പാകപ്പെടുത്തുക. സീനറികൾ കാണുക, നല്ല നല്ല ചിന്തകൾ മനസ്സിൽ വരുത്തുക. 3 വിരൽ കൊണ്ട്. അതുകൊണ്ടാണ് കണ്ണ് ചിമ്മിക്കൊണ്ട് ഏകനായി സ്വന്തമായി ഒറ്റക്ക് ഒരു ഭാഗത്ത് എല്ലാം ആസ്വദിക്കുന്നവനായി ഇരിക്കേണ്ടത്, സമാധാനപരമായി. അതാണ് ഈ പ്രധാനപ്പെട്ട ഈ എക്സസൈസിന്റെ ലക്ഷ്യം. ഇത് കഴിഞ്ഞതിന് ശേഷം കൈ ഇങ്ങനെ പിടിക്കുക. ഞാൻ കണ്ണ് ചിമ്മിയതുപോലെയാണ് ചെയ്ത് കൂട്ടാനുള്ളത്. അതുകൊണ്ട് ആദ്യം കണ്ണ് തുറന്നു തന്നെ കാണുക നിങ്ങൾ. എന്നിട്ട് കണ്ണ് ചിമ്മിക്കൊണ്ട് പ്രാക്ടീസ് ആരംഭിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ തന്നെ ചെയ്യുന്നത്. കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ കാണിച്ച പോയിന്റ് അതിൽ ടൈപ്പ് ചെയ്യുക. 5 വിരലും പതിയണം. 4 വിരല് ആ കാണുന്ന എല്ലിന്റെ പോയിന്റിന്റെ സൈഡിൽ, സെന്ററിൽ
സെന്ററിന്റെ 2 ഭാഗത്തായി 4 വിരലും 5-ാം വിരല് കുറച്ച് പുറത്തായിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും. അത് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം തന്നെ കൗണ്ട് ചെയ്യുക 12 12 12. എന്നിട്ട് പിന്നെ അതിനെ കുറേശ്ശെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. കൈ പുറം ഭാഗം അടിക്കുന്നതും ഉൾഭാഗം അടിക്കുന്നതും 25 25 20 20. നിങ്ങൾക്ക് സൗകര്യമുള്ളത് കൈ കഴിയുന്നത് എങ്ങനെയാണോ, തുടക്കത്തിൽ ലേശ പ്രയാസം ഉണ്ടാവും, പിന്നെ അത് ശരിയാവും. പിന്നെ കൈപ്പത്തി ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ ഷോൾഡർ കക്ഷത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ഞാൻ പറയുന്നത്. 1 2 3 4 4-ാം വിരലിന്റെ താഴെ ഭാഗം, ഈ റിബിൻ വരുന്ന ഭാഗം അവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു 12 പ്രാവശ്യം എണ്ണുക. അതിനുശേഷം കൈ മുഷ്ടിയാക്കി പിടിക്കുക. ഈ ഭാഗം കൊണ്ട് ഹിറ്റ് ചെയ്യുക. പ്രാക്ടീസ് ആകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സമയം ഇതെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലായി തുടങ്ങും. മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞാൽ ആ രീതിയിൽ പിന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. കണ്ണ് ചിമ്മിക്കൊണ്ടാണ് ഇത് നമ്മൾക്ക് മനസ്സിലാവേണ്ടത്. കൈ വെക്കുന്ന സമയത്ത് മൂക്കിന്റെയും നെറ്റിയുടെയും താഴെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ കൈ ലേശം പൊന്തിച്ചു പിടിച്ചത്. ഇതേപോലെയാണ് വെക്കേണ്ടത്. അതേ 4-ാമത്തെ 1 2 3 4 4-ാമത്തെ അടിയത്തെ വിരലിന്റെ പോയിന്റിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്, ഈ 4 വിരൽ കൊണ്ടും. ഓക്കെ, ഇനി ഹീറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് നമ്മളിവിടെ കക്ഷത്ത് കുറച്ച് ഇറച്ചിയുള്ള ഭാഗമുണ്ട്, അതിലാണ് നമ്മൾ ഹിറ്റ് ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് ഭാഗം ഇങ്ങനെ എല്ലാ മസിലിന്റെ ഭാഗത്തും കുറേശ്ശെ ചെയ്താൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ കൈപ്പത്തി ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ച ഭാഗം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ശബ്ദം ശ്വാസം കണ്ടാൽ മനസ്സിലാവും. ഒന്നും സംഭവിക്കില്ല. വളരെ കൃത്യമായി നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മുഷ്ടി പിടിക്കുക. ഇവിടെ ആദ്യം ഒന്ന് ചെയ്യുക, വീണ്ടും കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ചെയ്യുക, വീണ്ടും കൈ ഇങ്ങനെ പിടിക്കുക, അടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇത് നിർത്തേണ്ടത് 3-ാമത്തെ സ്റ്റെപ്പിൽ നിർത്തേണ്ടത് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യണം 25 പ്രാവശ്യം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് 25 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് 25 പ്രാവശ്യം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് റിലാക്സ് ആവുക. കണ്ണ് ഞാൻ പറഞ്ഞു ആദ്യം തുടക്കത്തിൽ കാണാനും മനസ്സിലാക്കാൻ വേണ്ടി ഇത് ചെയ്യുക. അതിനുശേഷം വളരെ റിലാക്സ് ആയിട്ട് കൊണ്ട് ഇങ്ങനെ തന്നെ കൈ മലർത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. മനസ്സിനെ എവിടെ നിങ്ങൾക്ക് സന്തോഷമുള്ള സ്ഥലം അവിടേക്ക് നിങ്ങൾ മനസ്സിനെ കൊണ്ടുപോവുക. സീനറി കാണുക. ഒന്നും വേണ്ട, ഊട്ടിക്ക് പോവാം, പല രാജ്യത്തേക്കും പോയി കറങ്ങി വരാം. ഓക്കെ, വളരെ ശാന്തതയോടുകൂടി ഒറ്റയ്ക്ക് സഞ്ചരിക്കുക. പച്ചപ്പുള്ള കാട്ടിലൂടെ സഞ്ചരിക്കുക, ഗാർഡനിലൂടെ സഞ്ചരിക്കുക, ബീച്ചിലൂടെ സഞ്ചരിക്കുക, തിരമാലകൾ കാണുക, ആകാശങ്ങൾ കാണുക, കിളികളെ ശബ്ദങ്ങൾ കേൾക്കുക. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം മനസ്സിനെയും ഹൃദയത്തെയും തലച്ചോറിനെയും നമുക്ക് നല്ലൊരു എനർജി കൊടുക്കേണ്ടതുണ്ട്. ഇത് നിസ്സാരവും തമാശയും ആയി കാണാൻ പാടുള്ളതല്ല. ഇതിങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളെ 3-ാമത്തെ റൗണ്ട് തീരുമ്പോൾ നിങ്ങളെ ശരീരം, നിങ്ങളെ ഹൃദയം നിങ്ങൾക്ക് മനസ്സിലാക്കി തരും നിങ്ങൾ ചെയ്തത് എത്ര
എത്ര നല്ല പ്രവൃത്തിയാണ് എന്ന്. എന്നിട്ട് കണ്ണ് പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട് തുറക്കുക. സാവകാശം പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണ് തുറക്കുക. നല്ല പ്രതീക്ഷയോടുകൂടി, ശുഭപ്രതീക്ഷയോടുകൂടി. ആ സമയത്ത് നിങ്ങൾ പറയേണ്ടത്, എനിക്കൊരു രോഗവുമില്ല, എൻ്റെ രോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തനിച്ചാണ് ഇരിക്കുന്നത്. ആ തനിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ മനസ്സിനോട് നമ്മൾ സംസാരിക്കുക. നല്ല മെസ്സേജുകൾ മനസ്സിന് കൊടുക്കുക. എനിക്കിപ്പോൾ വേദനയും വരുത്തൊന്നുമില്ല, മാറിക്കൊണ്ടിരിക്കുകയാണ്, പരിപൂർണമായി ഞാൻ സ്വതന്ത്രനാണ്, എൻ്റെ അസുഖങ്ങൾ എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള മെസ്സേജ് കണ്ണ് ചിമ്മി തുറക്കുന്ന ഇടയിൽ പറഞ്ഞിരിക്കണം. സോറി പറയണം. ശരീരമേ, ഞാൻ നിന്നോട് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നിനക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. ആക്റ്റീവ് ആകാൻ വേണ്ടി നമ്മൾ എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആണ് നമ്മൾ ഈ കണ്ണ് തുറക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ബ്രീത്ത്, 10 ബ്രീത്ത്, ശ്വാസം നല്ല ഉഷാറായിട്ട് വലിക്കുക. അങ്ങനെ ഇങ്ങനെ നല്ല ബ്രീത്ത് എടുക്കുകയും സ്ലോ ആയിട്ട് ബ്രീത്തിനെ വിടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക 10 പ്രാവശ്യം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 3 സ്റ്റെപ്പ്. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, പരമാവധി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചു. വീണ്ടും ഇത് ഒന്നുകൂടി കാണിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടാൽ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാവുന്നതാണ്. താങ്ക് യു. അടുത്ത വീഡിയോക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക.